ഇതിന് ടൈറ്റിലിൻ്റെ ആവശ്യമില്ല, നമുക്കറിയാം അല്ലേ? ആ നല്ല കൈഡിയും കൊടുത്ത് എത്ര പാട്ടുകളാണ് പുള്ളിയുടെ കൈകളിലൂടെ ഇങ്ങനെ വഴിപിടി. ഭയങ്കര തിരക്കിട്ട യാത്രയാണ്. സീരിയല്, സ്റ്റേജ്, തിരക്ക് അല്ലേ? അതെ, പാടും, സ്കിറ്റ് കളിക്കും, ഒരുപാട് പരിപാടികളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ പാട്ടുകളെ സാധാരണ നമ്മൾ കോമഡി സ്റ്റാർസിലെ പല പാട്ടുകളെ നിങ്ങൾ വല്ലാത്തൊരു രൂപത്തിലാക്കി മാറ്റുന്നുണ്ട്. ചെറിയൊരു പരാതി ഇങ്ങനെ കിട്ടി. അല്ല, അങ്ങനെ ചെറിയൊരു കാരണം വെച്ചാൽ നല്ല പാട്ടുകളെ നിങ്ങൾ ഒരു വല്ലാത്ത രീതിയിലേക്ക്. അയ്യോ, അത് അങ്ങനല്ല. നമ്മൾ ഈ നല്ല പാട്ടുകൾ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ആ നല്ല പാട്ടുകളെ ആ ഒറ്റ പ്രാവശ്യമല്ലേ കേട്ടിട്ടുള്ളൂ. ആ നല്ല പാട്ടുകൾ നമ്മൾ വേറൊരു രീതിയിൽ പാടിയാൽ എങ്ങനെ ആൾക്കാർ ആസ്വദിക്കും എന്നതിനെ കുറിച്ച് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. വഴിപ്പഴ മാനേജറിന്റെ ഒരു പാട്ടിലേക്ക് നമുക്ക് മാറ്റി പാടിയതോ. അപ്പൊ ഇവിടെ ഒരു മലയാളം നല്ലൊരു പാട്ട് പാടാം. അങ്ങനെ പാടാം, അത് പാടാം. അങ്ങനെ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവന്റെ വെല്ലുവിളി എനിക്കൊരു നല്ല കൈഡി വരുവാണെങ്കിൽ ഞാൻ നല്ലതായിട്ട് പാടാം. ഇത്രയും കാര്യമുള്ളൂ. പാട്ടൊന്ന് കാണാലോ നമുക്ക്. ഹരിമുരളീരവം ഹരിതവൃന്ദാവനം പ്രണയസുധാമയമോഹനരാഗം. ഹരിമുരളീരവം ഹരിതവൃന്ദാവനം പ്രണയസുധാമയമോഹനരാഗം. മധുമൊഴിരാതെ 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 നിന്നെ തേടി അലയുകയാ മാധവം. ഹരിമുരളീരവം ഹരിതവൃന്ദാവനം ഒരൊറ്റ 3/4 ഞാൻ സകല കോട്ടയം ഞാൻ കണ്ട. അത് കണ്ട, അവർക്ക് ആ പാട്ട് ഇഷ്ടപ്പെട്ട്. നേരെ മറിച്ച് യേശുദാസിനെ കൊണ്ട് ഇങ്ങനെ ആ പാടിപ്പിച്ചിരിക്കുന്നു, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ലേ? അതാണ് അതിൻ്റെ അത് പാട്ടിന്റെ പ്രത്യേകത. അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ നല്ല തമിഴ് പാട്ട് പാടുന്നു പറഞ്ഞായിരുന്നു. തമിഴ് പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത്. അവിടുന്ന് കുറേ സാറുമാർ അവിടെ മനോഹരനൊക്കെ ഇവിടുന്ന് പറയുന്നത് കേട്ട്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്. നാടൻ ആൾക്കാരൊക്കെ വേണ്ടി പാടുന്നത് നാടൻ പാട്ട് വേണമെന്ന് പറഞ്ഞു. അല്ല, നാടൻ പാട്ട് വേണം, പക്ഷെ തമിഴ് പാട്ടും വേണം. അപ്പൊ വിജയുടെ പാട്ട് പാടണം. വിജയുടെ പാട്ട് പാടിയേക്കാം. അങ്ങനെ നാടൻ പാട്ട് വിജയുടെ പാട്ട് പാടിയേക്കാം, ഒരു കുഴപ്പമില്ല. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കൊച്ചിപ്പെണ്ണേ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്ന് വരെ വന്നില്ലാരും. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെട്ടി, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്ന് വരെ വന്നില്ലാരും. ഞാനടിച്ച താങ്ക മാട്ടേ, 4 മാസം തൂങ്ങ മാട്ടേ, ഓടിപ്പാറ് വീട്ടിൽ പോയി சேர மாட்டே. ഞാനടിച്ച താങ്ക മാട്ടേ, 4 മാസം തൂങ്ങ മാട്ടേ, ഓടിപ്പാറ് വീട്ടിൽ പോയി சேர மாட்டே. ഇങ്ങനെ വഴിതെറ്റിച്ച് പാടിച്ചു കഴിഞ്ഞാൽ മര്യാദക്ക് വീട്ടിൽ പോയി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചേരുന്ന രീതിയിൽ ഞാൻ വരാമേ. കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന്. മഞ്ജുഭാഷിണി മണിയറ വീണയിൽ മയങ്ങി ഉണരുന്നതേതൊരു രാഗം, ഏതൊരു രാഗം. ഓ മഞ്ജുഭാഷിണി.
തുടക്കം കൊള്ളാലെ കൈയടിയോ. ഇനി മാറ്റി പറ. സല്യൂട്ട് ചെയ്യണം. സല്യൂട്ട് ഇനി മാറ്റി പറയരുത്. പ്രേക്ഷകർ എന്നെ സപ്പോർട്ട് ചെയ്യാൻ. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ വന്നപ്പോ തന്നെ പറഞ്ഞ എന്നാണ്, നമ്മളിൽ സ്വാഭാവികമായിട്ടും ഒരു പാട്ടിനും മറ്റൊരു പാട്ടുമായിട്ട് സാദൃശ്യം കാണും. അത് സ്വാഭാവികമാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. പാട്, ഞാൻ തെളിയിച്ച അടുത്ത പാട്ട്, അടുത്ത പാട്ടൂടെ പാടട്ടെ. ആ തമിഴ് ആൾത്തോട്ട ഭൂപതിയുടെ ശ്രുതി കിട്ടുന്നുണ്ട്. അട ആൾത്തോട്ട ഭൂപതി നാനടാ, അമര പോട്ട ഭൂപതിയും നാനടാ. അട ആൾത്തോട്ട ഭൂപതി നാനടാ, അമര പോട്ട ഭൂപതിയും നാനടാ. ഗണപതിക്കൊരു നാളികേരമയ്യപ്പ, പമ്പ ഗണപതിക്കൊരു നാളികേരമയ്യപ്പ, ഗണപതിക്കൊരു നാളികേരമയ്യപ്പ, പമ്പ ഗണപതിക്കൊരു നാളികേരമയ്യപ്പ. കൈയടിച്ചോ, സല്യൂട്ട് ചെയ്തോ. ഇനി മാറ്റി പറയല്ലേ. അതിന്റെ അല്ല ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കുറെ ലിസ്റ്റൂടെ കിടപ്പുണ്ടല്ലോ, അതുകൊണ്ടൊന്ന് കഴിയട്ടെ. ഇതിന്റെ എവിടെ വരെ എന്റെ എക്സ്ട്രീം അറിഞ്ഞിട്ട് അടുത്ത പാട്ട് ഞാൻ പാടിക്കപ്പിച്ച മോനെ. ഇതെന്താ? അഴകേ 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 നീ അഴകിന്നഴകഴകേ, അഴകേ അഴകേ നീ അഴകിന്നഴകഴകേ. എരുതീ ചെടിയായി വളരേണമേ യഹോവേ, എൻ മനോബലകങ്ങളിൽ നിന്റെ കൽപ്പനയോടെ നീ അഴകേ അഴകേ. കേട്ടൂടാ, എനിക്ക് ആ കയ്യടി കേട്ടൂടാ. ഇനി സല്യൂട്ട് ചെയ്തോ. സ്വാഭാവികം. ഞാൻ പറയട്ടെ, ഇത് സിനിമാ പാട്ടായതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നത്. സത്യം, നേരെ കുറച്ച് മണിച്ചേട്ടൻ അങ്ങനത്തെ പാട്ടൊന്നും പാടത്തില്ല. അടുത്ത മണിച്ചേട്ടന്റെ പാട്ടാ പാടുന്നത്. അതിന് നീ നോക്കി കണ്ടുപിടിക്കാം. ഞാൻ കേൾപ്പിച്ച മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണെങ്ങോട്ടാണീ തിരുത്തം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടേ. തലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി, തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ, ദാഹജലം തരുമോ, ദാഹജലം തരുമോ. മിന്നാമിനുങ്ങേ. എന്നാന്ന് വെച്ചാലേ അല്ല ഒന്നുമില്ല. ഹലോ സുഹൃത്തെ, ഇതൊരു കലാകാരനാണ്. കള്ളം പറയരുത്. കള്ളം പറഞ്ഞാൽ സ്റ്റേജിലെ ലൈറ്റ് വരെ പോകും. അല്ല, ഒരൊറ്റ ഒരു കാര്യം ചെയ്തേ, ഞാൻ പറഞ്ഞോട്ടെ. പക്ഷെ എന്ത് കള്ളത്തെ വേണമെന്ന് പറഞ്ഞാലും ഭക്തിഗാനത്തിനകത്ത് ഒരിക്കലും കോപ്പിയടിയില്ല. ഭക്തിഗാനത്തില് ഒരു കോപ്പിയടിയില്ല. നീ പാടിക്കോ. ഞാൻ പാടിക്കോ. ഞാൻ തെളിയിച്ചുതരാം. ശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അപ്പോ എന്റെ ദൗത്യം പൂർണ്ണമായിരിക്കുകയാണ്. എല്ലാരും കൈയടിക്കാൻ റെഡി ആയി. കണ്ടുപിടിക്കേ. സല്യൂട്ട് ഞാൻ സല്യൂട്ട് ചെയ്തോളാം. ആ പാട്ട് ഒന്നുകൂടെ പാടിയേ. വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ജനഗണമനഗതിനായക ജയകേ ഭാരത ഭാഗ്യവിധാന. സല്യൂട്ട് ചെയ്യില്ലേ? അല്ല, എന്നാന്നറിയാം, ജനഗണം പാടുമ്പോൾ അറ്റൻഷനായിട്ട് നിൽക്കണമെന്ന് സ്കൂളിൽ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, സല്യൂട്ട് എന്ന് പറഞ്ഞല്ലോ. അതൊക്കെ ചെയ്തേ. അത് കുഴപ്പമില്ല. ജനഗണമന കഴിയുമ്പോഴത്തേനും എന്തായാലും ഞങ്ങൾ എപ്പോഴും സല്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി